തേയ്മാനം എന്ന് പറയുന്ന പ്രശ്നം, എല്ല് തേയ്മാനം അല്ലെങ്കിൽ എല്ലുകളുടെ പ്രശ്നം കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് പ്രാരാബ്ദം. അതാണ് കാരണം. പ്രാരാബ്ദോ? ഒരു 30+ എത്തുമ്പോൾ പുരുഷന്മാർ പുറത്തെ കാര്യങ്ങൾ, ബിസിനസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ജോലി, അതാണ് അവരുടെ പ്രാരാബ്ദം. അന്ന് സ്ത്രീകൾക്ക് വീടൊരു വലിയ ഭാരമായിട്ട് മാറും. ഭാരമായിട്ട് മാറില്ല, അവർക്ക് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവണം മക്കളുടെ പഠിപ്പ് കാര്യങ്ങൾ, വീട്ടിലെ അച്ഛനമ്മ, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, എല്ലാ ടെൻഷനും കൂടിയിട്ട് വരുന്നൊരു സമയമാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ ഏജിൽ തന്നെയാണ് ഇവർക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുന്നത്. ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കാൽഷ്യം മെറ്റബോളിസത്തിനാണ്. ഒരു 30+ വരുമ്പോൾ ഈ കാൽഷ്യം മെറ്റബോളിസം, ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ വരും. ഇത് വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലുകളുടെ ബലം കുറയും. എന്നാൽ നേരത്തെ പറഞ്ഞ പ്രാരാബ്ദം കാരണം അവരുടെ കാര്യം നോക്കാതെ ബാക്കി വീട്ടിലെല്ലാവരുടെ കാര്യം, രാവിലെ തൊട്ട് അടുക്കളയിൽ നിൽക്കുന്നു, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് ഓടുന്നു, ഇതൊക്കെ കൂടിയാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. മസിൽസ് വീക്കാവും. മസിൽസ് വീക്കായി കഴിഞ്ഞാൽ ജോയിൻറ്റ്സ് തമ്മിൽ അടുക്കും. ജോയിൻറ്റ്സ് തമ്മിൽ അടുത്തതുകൊണ്ട് മാത്രം തേയ്മാനം വരില്ല, പക്ഷേ അടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ജോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫ്ലൂയിഡ് ഇല്ല, അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലമില്ല, രണ്ടും തമ്മിൽ റബ്ബ് ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുന്നു. ഇതാണ് അതിൽ റീസൺ. അതുകൊണ്ടാണ് ഹോർമോണൽ ചേഞ്ചസ് ആണ് വില്ലൻ എന്ന് പറയുന്നത്. 30+ നമ്മൾ വൈറ്റമിൻ ഡി, കാൽഷ്യം, തൈറോയിഡ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കൊടുക്കുക. വീട്ടിലെ പ്രാരാബ്ദത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വർക്കൗട്ടിനുള്ള സമയം കാണുക, എക്സസൈസ്, സ്വന്തം ശരീരം നോക്കുക. എക്സാക്ട്ലി. സ്വന്തം ശരീരം നോക്കിയാലേ നമുക്ക് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകും കുറച്ച് കഴിഞ്ഞാൽ. അത് പാടില്ല. ഓക്കെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഡോക്ടർ പറയില്ലേ ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കാൽഷ്യം റിച്ച് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും കേൾക്കുന്ന സാധനം പാലാണ്. പാല് കുടിക്കുക എന്നുള്ളത്, പാല് തന്നെ ഒരു ഭയങ്കര ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. പാല് കുടിക്കണം, ഒരു മനുഷ്യന് പാലിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും. ഈ ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ഇപ്പം എല്ലിന് പ്രശ്നങ്ങളുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയ ആളുകളാണെങ്കിൽ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാനതിലും ഒരിക്കലും പാല് മാത്രം കഴിക്കുക, മുട്ട മാത്രം കഴിക്കുക അതിന് പറയാറില്ല. ഒരു മിക്സഡ് ഡയറ്റ് ആയിരിക്കണം എപ്പോഴും. അതായത് ഒരു സാധനം മാത്രം ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അത് നമ്മുടെ ശരീരത്തിന് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ എല്ലിന് ബലം കുറഞ്ഞു, ഇനി പാലും മുട്ടയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ കൊളസ്ട്രോൾ കൂടും. പാലിലെ പാട മാറ്റിയിട്ട് കുടിച്ചില്ല, മുട്ടയുടെ മഞ്ഞ ഒരുപാട് ചെന്നു, അല്ലെങ്കിൽ പല ഹോർമോണൽ ചേഞ്ചസും പലർക്കും സംഭവിക്കാം. അപ്പോൾ ഒരു സാധനം മാത്രമായിട്ട് ഒരിക്കലും ചെയ്യരുത്. അതിൽ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഇറച്ചി, മീൻ തൊട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം. ഷുഗറൊന്നും അധികം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത്യാവശ്യത്തിന് മധുരം വേണം, അല്ലെങ്കിൽ റൈസ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. ഇതെല്ലാം ചെന്ന് കഴിഞ്ഞാൽ മിക്സഡ് ഡയറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി പെർഫോം ചെയ്യുള്ളൂ. അതിൻ്റെ കൂടെ വർക്കൗട്ടും വേണം. ഇപ്പോൾ ഞാൻ പൊതുവെ പറയുന്നൊരു ഉദാഹരണമാണ് മമ്മൂട്ടി. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. പുള്ളിക്ക് എത്ര വയസ്സായെന്ന് പറയുന്നോ അത് നമുക്ക് കണ്ടാൽ തോന്നില്ല. അതെന്തുകൊണ്ടാണ്? പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിലാണെങ്കിലും വ്യായാമത്തിലാണെങ്കിലും ബാക്കി കാര്യങ്ങളിലാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേ പ്രായത്തിലുള്ള പലരും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ പ്രായം ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഭക്ഷണത്തിൽ നമ്മളൊരു മിക്സഡ് ഡയറ്റ് ആയിരിക്കണം. നമ്മുടെ എല്ലാ ശരീരഭാഗത്തിനും വേണ്ട വിറ്റാമിൻസോ പ്രോട്ടീൻസോ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ അതിൽ ഫുഡിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ട് ഒരു സാധനം മാത്രം നമ്മളൊരിക്കലും ഫോക്കസ്ഡ് ആവരുത്. ഇപ്പോൾ കാൽഷ്യം, വൈറ്റമിൻ ഡി ഒക്കെ ആണെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കാം. ബാക്കി നമ്മൾ ബാലൻസ്ഡ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. അതല്ലാതെ നമ്മൾ ബാക്കി ഭക്ഷണങ്ങളൊക്കെ കട്ട് ഷോർട്ട് ചെയ്തു, പാൽ ഒരുപാട് കുടിച്ചു തുടങ്ങി, അപ്പോൾ അടുത്ത പുലിവാലി വരും, ഗ്യാസ്ട്രൈറ്റിസ് വന്നു, അല്ലെങ്കിൽ അടുത്ത വയറിൻ്റെ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഒരു സാധനം നേരാക്കാൻ നോക്കുമ്പോൾ മറ്റത് കേടാവും. അപ്പോൾ മിക്സഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. സപ്ലിമെൻറ്റ്സ് ഏതാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് ഡോക്ടറെ കണ്ടതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. മുട്ടിൻ്റെ വേദനയുടെ കാര്യം പറയുമ്പോൾ നേരത്തെ അൾട്ടിമേറ്റ് എന്താ പറയുക സൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് സർജറിയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ഇഞ്ചെക്ഷൻ ചെയ്താൽ മതി, ഇഞ്ചെക്ഷൻ ചെയ്താൽ ഓക്കെ ആണ്. പക്ഷേ ഈ അടുത്തായിട്ട് പറയുന്നത് അങ്ങനെ ഇഞ്ചെക്ഷൻ ചെയ്യരുത്, അതുകൊണ്ട് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇതിന് സൊല്യൂഷനൊന്നും കിട്ടില്ല എന്ന്. അതിലൊരു ക്ലാരിറ്റി തരുമോ? ഡെഫിനറ്റായിട്ടും വളരെ ഒരു ക്ലാരിറ്റി വേണ്ട ഒരു ടോപ്പിക് തന്നെയാണത്. എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. ഈ സർജറി എന്ന് പറഞ്ഞത്, എൻ്റെ ജോലി സർജറി ചെയ്യില്ല. അതായത് ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ളത് മുട്ട് മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ അത്രയും സർജറി, ഏത് ഓർത്തോപെഡീഷ്യൻ ആണെങ്കിലും അതിലാണ് ട്രെയിൻഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു സാധനമാണ് റീജനറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ PRP. അപ്പോൾ ഇതിൻ്റെയൊക്കെ പോരായ്മ എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ സർജറിക്ക് ഒരു പോരായ്മ, അല്ലെങ്കിൽ ഇഞ്ചക്ഷന് ഒരു പോരായ്മ, മരുന്നിന് പോരായ്മ. ഇതിനൊക്കെ റൈറ്റ് റിസൾട്ട് വരിക വെച്ചാൽ കറക്റ്റ് കാൻഡിഡേറ്റ്, കറക്റ്റ് പേഷ്യൻറ്റിന് കൊടുത്തു കഴിഞ്ഞാലാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു മുട്ടുവേന വന്നു, നിങ്ങൾക്ക് ഞാൻ സർജറി പറഞ്ഞാൽ മാറ്റം വരില്ല, നിങ്ങളുടെ അസുഖം മാറില്ല. കാരണം നിങ്ങളുടെ അസുഖത്തിൻ്റെ റീസൺ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ സർജറി അല്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് റീസൺ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയുന്ന കമൻസ് വരും. അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലരും സ്റ്റിറോയിഡ് മിക്സ് ചെയ്യും. ഇപ്പോൾ PRP, റീജനറേറ്റീവ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സിന് ഒരു മാജിക്കൽ ട്രീറ്റ്മെൻറ്റായിട്ട് പലരും പറയാറുണ്ട്. ഒരു ഭയങ്കര ഒരു മിറാക്കിൾ സംഭവിക്കും ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ, ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ എല്ലാം സെറ്റ് ആവും. അങ്ങനെ ഒരു സാധനം ഇല്ല.
അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളിൽ ഒന്നാണ് ഇഞ്ചെക്ഷൻസ്. പക്ഷേ ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും പറയുന്ന ഒരു പോയിൻ്റാണ്, ഇതിലൊരു മിറാക്കിളും ഇല്ല, ഒരു മാജിക്കും ഇല്ല. ഇത് മറ്റെന്ത് അസുഖം പോലെ തന്നെ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ഉണ്ട്. ആ ഒരു ഫ്ലോയിൽ തന്നെ മാറുള്ളൂ. അല്ലാതെ ഒരു ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മൾ 20 വയസ്സ് താഴ്ന്ന് നമ്മൾ മുട്ടക്ക് ഉഷാറ്, അതൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു മാജിക് മെഡിസിൻ എൻ്റെ കയ്യിലും ഇല്ല, ലോകത്താരുടെയിലും ഇല്ല. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള പേഷ്യൻറ്റിനാണ് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ഇഞ്ചെക്ഷൻസ്, ഞാൻ പൊതുവെ എല്ലാ ഇഞ്ചക്ഷനും കൂടി വൈഡായിട്ട് പറയുകയാണ്, ഇഞ്ചക്ഷനുകൊണ്ട് ഡെഫിനറ്റായിട്ട് യൂസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റിറോയിഡ്സ് ഡെഫിനറ്റായിട്ടും മുട്ടിനെ കേടുപാട് വരുത്തും. പക്ഷേ സ്റ്റിറോയിഡ് തന്നെ ചെയ്യണം എന്ന് നിർബന്ധം അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് തേയ്മാനാണ്, അവർക്ക് ഇഞ്ചക്ഷൻ PRP റീജനറേറ്റീവ് മെഡിസിനോ അല്ലെങ്കിൽ മറ്റ് ഓർത്തോബയോളജിക്സ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തതൊന്നും ചെയ്തിട്ടും ഫലം കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്, എന്നാൽ സർജറി പറ്റില്ല. അത്തരം പേഷ്യൻസിന് നമുക്ക് സ്റ്റിറോയിഡ് ചിലപ്പം നിർബന്ധമായിട്ടും കൊടുക്കേണ്ടി വരും. കാരണം വേറെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും ആവും. അപ്പോൾ അതൊരു 6 months മാക്സിമം നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും മുട്ടിൻ്റെ ഉള്ളിൽ ദ്രവിക്കും, നമുക്കറിയാം. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യും. പക്ഷേ അതർവൈസ് പലപ്പോഴും ഒരു തെറ്റായ പ്രവണത കാണുന്നത് എല്ലാ പേഷ്യൻസിനും PRP അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ്റെ അകത്ത് ഇച്ചിരി സ്റ്റിറോയിഡ് ആഡ് ചെയ്യുക എന്നുള്ളൊരു തെറ്റായ പ്രവണത കാണുന്നുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പല പേഷ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ 2 ഇഞ്ചക്ഷൻ കഴിഞ്ഞു, ഇപ്പോൾ അന്ന് ചെയ്ത ഉടനെ ഭയങ്കര റിലീഫായിരുന്നു, ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ നമ്മൾ റിട്രോസ്പെക്റ്റീവ്ലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സ്റ്റിറോയിഡ് ആയിരുന്നു. അതിപ്പോൾ സ്റ്റിറോയിഡ് ആവുന്നത് മനസ്സിലാവുന്നതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ പണ്ടത്തേൻ്റെ പിന്നത്തെയായിട്ട് വേദന തിരിച്ചു വരും. അതെ നമ്മൾ പക്കയായിട്ട് ഓർത്തോബയോളജിക്സ് മാത്രമാണ് അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ പെയിൻ കൂടൊന്നുമില്ല. അതിങ്ങനെ ഗ്രാജുവലി വ്യത്യാസം നമ്മുടെ ഏജിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ മുടിയൊക്കെ നരയ്ക്കുന്ന പോലെ തന്നെ ആ ഒരു ഫ്ലോയിൽ തന്നെ പെയിൻ വരുള്ളൂ. അല്ലാണ്ട് എക്സ്പോണൻഷ്യലി പെയിൻ വരികയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് റൈറ്റ്. എവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഐദർ ട്രീറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലോ. ചില പേഷ്യൻസ് വീണതാവാം, അതിനുശേഷം വീണതാവാം, അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് തെറ്റി ചെയ്തായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർ മെഡിക്കേഷൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻ കില്ലേഴ്സ് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കും. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മാത്രമാണ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ബേസിക്കലി സപ്ലിമെൻറ്റ്സ്, പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അതേപോലെ ഇഞ്ചെക്ഷൻസ് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം യൂസ്ഫുൾ ആണെന്ന് പറയാം. അല്ലെങ്കിൽ സർജറിയാണ് വേണ്ടതെങ്കിൽ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, സർജറിയാണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ചില കേസുകളിൽ പേഷ്യൻസ് വില്ലിങ് ആവും. എനിക്ക് തന്നെ ചില കേസിൽ മിറാക്കിളായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് എനിക്ക് ഉറപ്പാണ് ഇത് സർജറി അല്ലാണ്ട് ഒരു കാരണവശാലും ശരിയാവില്ല എന്ന് ഉറപ്പുള്ള പേഷ്യൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇഞ്ചെക്ഷൻസ് ചെയ്ത പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഓർത്തോബയോളജിക്സിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്. പക്ഷേ ഭയങ്കര ചേഞ്ച് പേഷ്യൻറ്റിന് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇപ്പോൾ വളരെ കംഫർട്ടബിൾ, ഇപ്പോൾ റയർ കേസിൽ അത് ലോട്ടറി അടിക്കുന്ന പോലെ മേലത്തെ പുള്ളിക്കാരൻ സെറ്റാക്കി തരുന്നതാണ്. അത് നമ്മൾ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ അത് ശരിക്കും ആ അമ്മ ഒരു അമ്മയാണ്, നല്ല പ്രായമില്ല, നല്ല സൈസൊക്കെ ഉണ്ട്. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു അത് നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവരുടെ മോനാണ് നിർബന്ധം ഉണ്ടായിരുന്നത്. മോൻ അത് എനിക്ക് അമ്മയ്ക്ക് അതൊന്ന് ട്രൈ ചെയ്യണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എനിക്കത് 100% വിശ്വാസം. ഞാൻ പറഞ്ഞു ചെയ്തിട്ട് കാര്യമില്ല, ഇഞ്ചക്ഷന് കയറി കിടക്കുന്നത് മുന്നേ വരെ ഞാൻ പറഞ്ഞു ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചെയ്ത് പിന്നെ 2 weeks കഴിഞ്ഞ് അവരെ കാണുമ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. അത് അമ്മ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ച് മാജിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ചെറുപ്പമൊന്നും ആയിട്ടൊന്നുമില്ല. പക്ഷെ അമ്മ പെയിൻ ഫ്രീ ആയിട്ട് നടക്കുന്നത്, പെയിൻ കില്ലേഴ്സ് ഒന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1-2 yearsൻ്റെ അടുത്തായിട്ടുണ്ടാവും. പക്ഷേ അമ്മ കംഫർട്ടബിളാണ്, പെയിൻ കില്ലർ ഒന്നും അന്ന് തൊട്ടിട്ട് കഴിച്ചിട്ടില്ല. അത് ശരിക്കും ഒരു അതിശയമാണ്, എല്ലാവർക്കും കിട്ടുന്നില്ല. എൻ്റെ തന്നെ ചില പേഷ്യൻസ് ഉണ്ട് എന്തായാലും ഇഞ്ചക്ഷൻ ചെയ്താൽ കുറയുന്ന, എനിക്ക് നല്ല കോൺഫിഡൻസ്, പക്ഷെ അവർ കുറയണമില്ല. അത് മേലത്തെ പുള്ളിക്കാരൻ സെറ്റാക്കി തരണം. പ്ലസ് പേഷ്യൻ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റായിട്ട് മാക്സിമം ഒരു 1 hour ആയിരിക്കും സ്പെൻഡ് ചെയ്യുക. ഈ 1 hour കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഫുള്ള് പേഷ്യൻ്റേതായിട്ടുള്ള ലോകത്താണ്. അവിടെ അവർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ. ശരിക്കും ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അത് എന്താണ്? ഈ മുട്ടുവേദനയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ എന്താണ്? 3-4 കാറ്റഗറി ഉണ്ട്. ഒന്ന് സ്റ്റിറോയിഡാണ്, 2 ഹൈലറോണിക് ആസിഡാണ്, PRP റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഈ PRP റീജനറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഇതൊക്കെ വരുന്നത് ഓർത്തോബയോളജിക്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയുടെ അകത്താണ്, സ്റ്റിറോയിഡ് ഒഴികെയുള്ളത്. അതായത് ബയോളജിക്കലി നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഈ ഹെയർ ചെയ്യുന്ന പോലെ അതെ സ്വന്തം ശരീരത്തിലെ ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് സെൽസ് മാറ്റി. അതെ, അതിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ ബ്ലഡ് ഒരു ട്യൂബിലെടുത്ത് സ്പിൻ ചെയ്ത് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് PRP അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഹയർ സ്റ്റേജുകളാണ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. അതിൻ്റെ ഹയർ സ്റ്റേജാണ് നമ്മൾ ഒരു ആക്ടിവേഷൻ പ്രോട്ടോക്കോളൊക്കെ ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഷുഗർ സെല്ലിൻ്റെ ഒക്കെ ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എല്ലാ പേഷ്യൻറ്റിനും പറയുന്നതാണ്, എല്ലാ പേഷ്യൻറ്റിനും ഒരേ
ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കില്ല യൂസ്ഫുൾ. പനി വന്നു കഴിഞ്ഞാൽ 10 പേർക്കും 10 രീതിയിലാണ് പനി മാറുക. ഒരേ ട്രീറ്റ്മെൻറ്റ്, ഒരേ പാരസ്റ്റമോൾ കൊടുത്താൽ തന്നെ 10 രീതിയിലാണ് മാറുക. ഇതേപോലെ തന്നെ എല്ലാവർക്കും PRPO എല്ലാവർക്കും ഹൈലോണിക് ആസിഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇഞ്ചക്ഷൻസിൽ ബേസിക്കലി ഇത്ര ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ ഇറ്റ് വിൽ ഡു വണ്ടേഴ്സ്, പ്രൊവൈഡഡ് പേഷ്യൻറ്റ് കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കറക്റ്റായിട്ടുള്ള ഹെൽത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ.